ആയുധങ്ങൾ പരിഷ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് പ്രത്യേകത? പിന്നെ ആ പരിഷ്കരിച്ച ഉപകരണങ്ങളുമായിട്ടാണ് മനുഷ്യൻ അധ്വാനിക്കുക. ഈ അധ്വാന പ്രക്രിയയിൽ നിന്ന് വീണ്ടും ആ ഉപകരണം ചെയ്യും, വീണ്ടും പരിഷ്കരിക്കും. അപ്പോൾ വീണ്ടും പരിഷ്കരിച്ച അധ്വാന പ്രക്രിയക്ക് വേണ്ടിയുള്ള ഉപകരണമായിട്ട് മാറും. ഇതിങ്ങനെ തുടരുകയാണ്. ഇതിന്റെ തുടർച്ചയിലാണ് ഇപ്പോഴേറ്റവും അവസാനം എന്ത് വന്നത്? AI വന്നു. ഇതിന്റെ എല്ലാം തുടർച്ചയിലാണ് ഇപ്പോഴത്തെ AI. ഇനിയിപ്പോഴും ഞാനിപ്പോൾ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. സമ്മേളനത്തിൽ നമ്മുടെ സഹാക്കൾ തന്നെ ചോദിക്കുന്നുണ്ട്. എന്താ ചോദിക്കുന്നറിയോ? ഈ AI ഇങ്ങനെ മൂത്ത് വന്നാൽ പിന്നെ ഈ മാർസത്തിന് എന്താണ് പ്രസക്തി എന്നുള്ള ചോദ്യം. എന്തെങ്കിലും പ്രസക്തി ഉണ്ടാവും? ഇല്ലേ? വീട് ഉടനെ സമ്മതിക്കില്ല. എന്ത് പ്രസക്തി? ഞാൻ നേരത്തെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് പ്രസക്തി? അവിടെയും മാർസത്തിനാണ് പ്രസക്തി. എന്തുകൊണ്ടാണ്? മാർസ് പറഞ്ഞ മുതലാളിത്ത പ്രതിസന്ധി എന്താണ്? മാർക്സ് എംഗൽസും പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പറഞ്ഞാൽ മാർക്സിസ്റ്റുകാർ പറയുന്ന മുതലാളിത്ത പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ എന്താ വേണം? ഞാൻ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞ അതാണ്. എന്താ പ്രതിസന്ധി? പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ സമ്പന്നർ കൂടുതൽ സമ്പന്നരാകും, ദരിദ്രർ കൂടുതൽ ദരിദ്രരാകും. AI കൊണ്ട് സംഭവിക്കുന്നത് എന്താ? ആരെ കയ്യിലാണ് AI? മുതലാളിയുടെ കയ്യിലാണ്, സാമ്രാജ്യത്തിന്റെ കയ്യിലാണ്. ആ AI ഉപയോഗിച്ച് വിവിധ തലങ്ങളിലുള്ള പ്രക്രിയയിൽ അത് പ്രയോഗിച്ച് മുമ്പോട്ടേക്ക് വന്നാൽ എന്താ സംഭവിക്കുക? നമുക്കിപ്പോഴും മനസ്സിലായില്ല എന്താ സംഭവിക്കുക. സംഭവിക്കുന്നത് ഇപ്പോഴേ ഏതാണ്ട് പറയുന്നത് ഒരു 60% ആളുകളുടെ ജോലി ആരെയും AI ചെയ്യും. AI നിങ്ങളെല്ലാം ഫോണിലുണ്ട്, കണ്ടിട്ടുണ്ടോ? AI ഉള്ള ഫോണിലുള്ളവർ കൈവച്ചാട്ടെ. ആർക്കേ അറിയുള്ളൂ എന്നാണ്, ബാക്കിയുള്ളവരുണ്ട്. AI ഇതിനകത്തുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് ഇതിനിടെ AI കാണിച്ചു ഫോണിൽ. അവൻ പറഞ്ഞു ഇതിൻ്റെ AI ഉണ്ട്. ഞാൻ പറഞ്ഞു എന്താ പ്രത്യേകത? അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ പയ്യാമ്പലത്ത് പോയി, സമയമില്ല, പയ്യാമ്പലത്ത് പോയി നോക്കിയപ്പോൾ ഒരു 2-3 പാറ കഷ്ണുണ്ട്. അതിൻ്റെ മേലെ രണ്ട് മക്കളുണ്ടായിരുന്നു. അയാൾ 2 മക്കളും അയാളും അയാളുടെ ഭാര്യയും കൂടി ഇരുന്നു. എന്നിട്ടൊരു ഫോട്ടോ എടുത്തു. ആ ഫോട്ടോ എന്നെ കാണിച്ചത്, നല്ല ഫോട്ടോ. എന്നിട്ട് പറഞ്ഞു ഇതിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടേ, ഈ ഫോണിൽ കമൻറ്റ് ചെയ്യണം, എന്താ വേണ്ടതെന്ന്, നെക്സ്റ്റ് എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യണം. ഇപ്പം കമൻറ്റ് ചെയ്തു. എന്താ കമൻറ്റ് ചെയ്തെന്നറിയോ? അതിശൈത്യമുള്ള ഹിമാലയ സാനുക്കളിൽ ഈ 4 ആളും ഇരിക്കുന്ന ഒരു ഫോട്ടോ വേണം, വരക്കണം കേട്ടാ. ഉടനെ 2 മിനിറ്റ് കഴിയുമ്പോൾ ദാ വരുന്നു. ഇവരിങ്ങനെ നേരത്തെ ഇരുന്ന് തന്നെ, ഇരുത്തല്ല തന്നെ, പക്ഷേ അതിന്റെ പിറകിലെന്താ? മഞ്ഞ് മൂടിക്കിടക്കുന്ന ഹിമാലയ സാനുക്കൾ അങ്ങനെ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഒരു ഡിസൈനറും വേണ്ട. നമ്മുടെ നാട്ടിലെ ഡിസൈൻ ഉണ്ടാക്കുന്നതിന്റെ പണി പോയില്ലേ? അവന് ഭയങ്കര മാർക്കറ്റായിരുന്നു സമൂഹത്തിൽ. ഈ നമ്മുടെ ജില്ലാ സമ്മേളനത്തിന്റെ ഡിസൈൻ ഉണ്ടാക്കുന്ന ആൾക്ക് ഒരു മാർക്കറ്റില്ലേ? ആ പണി പോയി, മാർക്കറ്റില്ല, അതിനാവശ്യമില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരുവനന്തപുരത്ത് പോയപ്പോൾ, ഇത് ഇവിടുത്തെ ഉള്ളതാണ് കേട്ടോ, പയ്യാമ്പലം ഞാൻ പറഞ്ഞില്ല. പയ്യാമ്പലം കണ്ണൂരിൽ പോയാലോ തിരുവനന്തപുരത്ത് പോയി ഞാൻ ഇത് പറഞ്ഞു ഒരുത്തനോട്, എൻ്റെ ഒരു ഫ്രണ്ടിനോട് തന്നെ. അവൻ കുറേ കൂടി ശാസ്ത്രീയമായിട്ടുള്ള വിവരങ്ങളാണ്. അയാൾ പറഞ്ഞു, അയാളെ ഫോൺ എടുത്തു. എന്നിട്ട് അയാൾ എന്നോട് പറഞ്ഞു ഞാനൊരു കാര്യം കാണിക്കാമെന്ന്. എന്താണെന്ന് വെച്ചു. അയാൾ അതിൽ കമൻറ്റ് ചെയ്തു, ഒരു ഇന്ത്യൻ സ്ത്രീയുടെ ഫോട്ടോ വരച്ചു തരണം എന്ന്. 2 മിനിറ്റ് കഴിയുമ്പോൾ അതിസുന്ദരിയായ ഒരു സ്ത്രീ, ഒരു യുവതി, നല്ല തണുപ്പുള്ള സന്ദർഭത്തിലെ മേൽവസ്ത്രം ധരിച്ച് പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സ്ത്രീ ലോകത്ത് എവിടെയില്ല, വരച്ച് തന്നിരിക്കുകയാണ്. അത്രയും വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ഞാൻ നേരത്തെ കണ്ടതാണ്, ഹിമാലയ സാനുക്കളിൽ അറബിക്കടലിന്റെ തീരത്ത് പോയത്. അപ്പോൾ വേറൊന്ന് കാണിച്ചത് എന്നറിയാം, ഒരു സിനിമ, ഒരു നടി, ഒരു നടൻ, ഡയലോഗ്, പശ്ചാത്തല സൗകര്യം, സംഗീതം, എല്ലാം. അങ്ങനൊരു നടിയും ലോകത്തില്ല, അങ്ങനൊരു നടനും ലോകത്തില്ല, അങ്ങനൊരു സിനിമയും ലോകത്തില്ല. ഈ AI ഉണ്ടാക്കിയ സിനിമ കഥാപാത്രങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ്.
ഇനിയിപ്പോൾ സിനിമക്കാരൻ നടക്കേണ്ട ഒരു കാര്യമില്ല. എല്ലാം AI ഉണ്ടാക്കും, ഏത് നടനെയും ഉണ്ടാക്കും. എത്ര ഭാവാത്മകമായ രീതിയിലുള്ള അഭിനയം മോഹൻലാലിനെക്കാളൊക്കെ നന്നായിട്ട്, മമ്മൂട്ടിയെക്കാളെല്ലാം നന്നായിട്ട് അഭിനയിക്കാൻ കഴിയുന്ന ആളുകൾ വരും. നമുക്ക് തന്നെ ഉണ്ടാക്കാം. ഞാൻ ഇത്രയും പറഞ്ഞത് AI എന്ന് പറയുമ്പോൾ എന്തെല്ലാം പല നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ഒരു അയ്യെന്നാ വിചാരിച്ചിട്ടുണ്ട്. 60% മനുഷ്യന്റെ അധ്വാന ശേഷിയെ പൂർണ്ണമായിട്ടും AI ഉപയോഗിച്ച് ഇല്ലായ്മ ചെയ്യും. അവർക്ക് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോ ഞാൻ വേണോട് നേരത്തെ ചോദിച്ചതുപോലെ അപ്പൊ മാർക്സത്തിന്റെ പ്രസക്തി തീർന്നല്ലോ. അധ്വാനിക്കുന്ന വർഗം തൊഴിലാളി വർഗമല്ലേ, അല്ലേ? ആണ്. പക്ഷെ തൊഴിലാളി വർഗം അധ്വാനിക്കുന്നില്ല. ആരാ ഉണ്ടാക്കുന്നത്? AI ഉണ്ടാക്കുന്നു. പിന്നെന്താ ചെയ്യുക? അപ്പോൾ നിങ്ങൾ ഗൗരവപൂർവ്വം ആലോചിച്ചോളണം. ഈ 60% പിന്നെന്തില്ല, വാങ്ങൽ ശേഷിയുള്ള കമ്പോളത്തിലെ ക്രയവിക്രയ ശേഷിയുള്ള മനുഷ്യനല്ല. ക്രയവിക്രയ ശേഷിയുള്ള മനുഷ്യനല്ല. ഈ ഉണ്ടാക്കിയത് ഇപ്പോ എന്നെ തന്നെ ഉണ്ടാക്കി. ക്രയവിക്രയ ശേഷിന്റെ യാതൊരു പ്രശ്നം അവിടെ വരുന്നില്ല. അപ്പൊ എന്താ സംഭവിക്കുക? മാർക്സ് മൂലധനത്തെ പറ്റി പറഞ്ഞത് എന്താ പറഞ്ഞാൽ, സമ്പത്ത് ഇങ്ങനെ കുന്നുകൂടിക്കൊണ്ടിരിക്കും, മറുഭാഗത്ത് എന്തില്ല, അത് വാങ്ങാനുള്ള ശേഷി ഇല്ലാതിരിക്കും. അന്നത്തെ ശേഷി വെച്ചിട്ട് മിച്ചമൂല്യത്തെ പറ്റിയെല്ലാം പറഞ്ഞത് ഓരോരോ ഉദാഹരണം വെച്ചിട്ടാണ്. ആ ഉദാഹരണത്തിനൊന്നും ഇപ്പോ കാര്യമില്ല. പക്ഷെ മാർക്സും പറഞ്ഞത് വളരെ ശരിയാണ്. ഇതിന്റെ എല്ലാം ഉടമയാരാ? മുതലാളിത്താണ്. അവന്റെ കയ്യിലാണ് ഈ സമ്പത്ത് മുഴുവൻ കുമിഞ്ഞുകൂടി എത്തുന്നത്. തൊഴിലാളിയുടെ കയ്യിലൊന്നില്ല, വാങ്ങാൻ കഴിയില്ല. പിന്നെ ഇവനുണ്ടാക്കിയ ഈ സ്വത്ത് എന്ത് ചെയ്യും? ഏത് കമ്പോളത്തിൽ വിൽക്കും? ആര് വാങ്ങും? അപ്പൊ പ്രതിസന്ധി രൂക്ഷാവും. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ളതല്ല, സമ്പന്നനും അതിസമ്പന്നനായിട്ടുള്ള ഈ വിഭാഗവും ഈ പറയുന്ന പാവപ്പെട്ടവർ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യം കൂടും നിലവിലുള്ള ഭൗതിക സാഹചര്യത്തിൽ മൗലികമായ മാറ്റം. എന്താ മൗലികമായ മാറ്റം? ഇതെല്ലാം മാർക്സത്തിന്റെ തന്നെയാണ്. മൗലികമായ മാറ്റം എന്നാ സമ്പത്തിന്റെ വിഭജനമാണ്. സമ്പത്തിന്റെ വിതരണം വിഭജനത്തിന്റെ ഭാഗമായിട്ട് വരിക. അതെന്താ? ആ വിപ്ലവത്തിന്റെ പേരെന്താ? അതാണ് സോഷ്യലിസ്റ്റ് വിപ്ലവത്തിന്റെ അടിസ്ഥാനം. അപ്പോ AI മൂത്താൽ ഉണ്ടാവാൻ സാധ്യതകളെന്നാ സോഷ്യലിസത്തിലേക്കുള്ള യാത്രയാണ്. ഒരു സംശയവും വേണ്ട നിങ്ങൾക്ക്. അതുകൊണ്ട് മാർക്സം വളരെ കറക്റ്റാണ്. ആ ശാസ്ത്രം കൃത്യമായിട്ട് നമ്മൾ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിപ്പോ നാളെ തന്നെ കഴിയുമെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ഇനി ഒരു നമ്മൾ അന്നേ പറയുന്നത് ഇത് ഞാൻ നോക്കി ഇരിക്കുകയായിരുന്നു. ഈ സോഷ്യലിസം വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതേവരെ വന്നു കാണുന്നില്ലല്ലോ എന്ന് നാളെ പറയണ്ട. ഇത് ചിലപ്പോൾ 100, 150, 200 കൊല്ലം എടുക്കും. ഈ സാമൂഹ്യ പരിവർത്തനം എന്ന് പറഞ്ഞാൽ ചുട്ടപ്പം പോലെയും കിട്ടുന്നതാണെന്ന് വിചാരിക്കണ്ട. അതാണ് പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളോട്. അത് എത്ര കൊല്ലമായി നമ്മൾ തുടങ്ങിയിട്ടൊന്നും ശരിയാകുന്നില്ലല്ലോ. എന്നാൽ അതിന് മുമ്പേ ഇല്ല, നമ്മളെക്കാളും പിന്നെ വന്നവർ അതിന്റെ തുടർച്ച തന്നെയാണ്. നമ്മളാണെങ്കിൽ മൗലികമായ മാറ്റമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാനിനി വിശദീകരിക്കുന്നില്ല. ഇപ്പൊ തന്നെ ഇതാണ് നല്ലവണ്ണം പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, എംഗൽസ് പ്രകൃതിയെയും പ്രതിഭാസങ്ങളെയും അതിന്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉൾപ്പെടെ ഡെവലപ്പ് ചെയ്തതിന്റെയും ശാസ്ത്രം കൃത്യമായിട്ട് അവതരിപ്പിച്ച മാർക്സിസ്റ്റാണ്.